പുതിയ തലമുറ നടത്തുന്ന ആക്രമണങ്ങൾ വാർത്തകളിൽ നിറയുകയാണ്. ഈ സാഹചര്യത്തിൽ താരങ്ങളായ അൽസാബിത്തിനെയും ദേവനന്ദയെയും കുറിച്ചുള്ള ഒരു കുറിപ്പ് ശ്രദ്ധ നേടുകയാണ് സോഷ്യൽ മീഡിയ. ഇരുവരെയും തന്തവൈബെന്നും തള്ളവൈബെന്നും വിളിച്ച് കളിയാക്കിയതിന് മാപ്പ് ചോദിക്കുകയാണ് കുറിപ്പ്. ഈ കുറിപ്പ് ഇപ്പോൾ ഈ അവസരത്തിൽ വലിയ മാധ്യമ ശ്രദ്ധ നേടുകയും ചെയ്യുന്നു. മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ കുറിപ്പുകൾ. ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ആദ്യമായി ഈ രണ്ടുപേരോടും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഇവരെ രണ്ടുപേരെയും ട്രോളിക്കൊണ്ട് ഈ പേജിൽ തന്നെ ഞങ്ങൾ ഒരുപാട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. തന്തവൈബ് എന്നും തള്ളവൈബ് എന്നും പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. പ്രായത്തിൽ പെൻഷൻ പറ്റിയവർ എന്ന് പറഞ്ഞ് ട്രോളിയിട്ടുണ്ട്. കേശു അമ്മാവൻ എന്നും ദേവു അമ്മായി എന്നും വിളിച്ച് ഞങ്ങൾ പരിഹസിച്ചിട്ടുണ്ട്. പക്ഷേ മക്കളെ, എല്ലാത്തിനും മാപ്പ്. ശരിക്കും ഇവരുടെ മാതാപിതാക്കൾ വളർത്തിയത് പോലെ വേണം എല്ലാ മാതാപിതാക്കളും അവരുടെ മക്കളെ വളർത്താൻ. ചെറുപ്പം മുതൽ തന്നെ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണം, എത്തരത്തിൽ മറ്റുള്ളവരെ ബഹുമാനിക്കണം എന്നൊക്കെ ഇവർക്ക് നന്നായി അറിയാം. ഇതൊന്നും അറിയാതെ തോന്നിയതുപോലെ വളരാൻ അവസരം ലഭിക്കുന്നത് കൊണ്ടാണ് ഇന്നത്തെ തലമുറ നശിച്ചു പോകുന്നത്. മൂത്തവരോടും സമൂഹത്തിനോടും ഒരു ബഹുമാനവും ഇന്നത്തെ തലമുറ വെച്ചു പുലർത്തുന്നില്ല. അതിനുള്ള പ്രധാന കാരണം മാതാപിതാക്കൾ ഇന്നത്തെ കുട്ടികളെ കയറൂരി വിട്ടതുപോലെ വളർത്തുന്നത് കൊണ്ടാണ്. വെഞ്ഞാറമൂട് സംഭവത്തിൽ തന്നെ ഇത്രയും വലിയ ക്രൂരതകൾ ചെയ്തിട്ടും അവന്റെ ഉമ്മ കട്ടിലിൽ നിന്നും വീണ് പരിക്ക് പറ്റിയതാണ് എന്നാണ് പോലീസുകാരോട് പറഞ്ഞത്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലായില്ലേ ആ വീട്ടുകാർ എത്ര കൊഞ്ചിച്ചും ലാളിച്ചും അവനെ വഷളാക്കിയിട്ടുണ്ട് എന്ന്. ചെറിയ പ്രായത്തിൽ തന്നെ വീട്ടിലെ പ്രശ്നങ്ങളും ബാധ്യതകളും ബുദ്ധിമുട്ടുകളും എല്ലാം കുട്ടികളെ അറിയിച്ചു വളർത്തണം. ചെറിയ പ്രായത്തിൽ തന്നെ വീട്ടിലെ കടവും തീർത്തു എന്ന് തന്റെ കുടുംബത്തിലെ മുതിർന്നവരെ മുഴുവൻ പൊന്നുപോലെ നോക്കുന്ന വ്യക്തിയാണ് കേശു അഥവാ അൽസാബിത്ത്. കൊച്ചുപയ്യനാണ് അവൻ. അവന്റെ വിവേകവും കാര്യപ്രാപ്തിയും പോലും ഇന്നത്തെ 25 വയസ്സുകാർക്ക് പോലുമില്ല. അതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വളർത്തു ദോഷം തന്നെ. ചെറിയ പ്രായത്തിൽ തന്നെ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ എല്ലാം കേശു മനസ്സിലാക്കി സീരിയലിൽ അഭിനയിച്ചു കിട്ടുന്ന പണം എല്ലാം അവൻ കുടുംബത്തിനു വേണ്ടി ചെലവഴിച്ചു. ഇപ്പോൾ അവർക്ക് ബാധ്യതകൾ ഒന്നുമില്ല. വേണമെങ്കിൽ മറ്റുള്ള ചെറുപ്പക്കാരെ പോലെ അവനും അടിച്ചു പൊളിച്ച് ജീവിക്കാം. ഈ പ്രായത്തിലുള്ള മറ്റു കുട്ടികൾ ചെയ്യുന്നത് പോലുള്ള എല്ലാ തോന്നിവാസങ്ങളും വേണമെങ്കിൽ കേശുവിന് ചെയ്യാനുള്ള അവസരം ഇന്നുണ്ട്. ആരും ചോദിക്കാൻ വരില്ല. കാരണം അവൻ സ്വന്തം ഉണ്ടാക്കിയ പണമാണ്. പക്ഷേ അങ്ങനെയാണോ കേശു ജീവിക്കുന്നത്? സ്വന്തം കുടുംബത്തെ പൊന്നുപോലെ നോക്കുന്നു എന്ന് മാത്രമല്ല, മറ്റുള്ളവരെയും വലിയ ബഹുമാനത്തോടെ മാത്രമാണ് കേശു കാണുന്നത്. മാധ്യമ പ്രവർത്തകരോട് നിങ്ങൾ എല്ലാവരും ചായ കുടിച്ചോ എന്നൊക്കെ ചോദിക്കുന്നത് അവന്റെ മര്യാദ കൊണ്ടാണ്, അല്ലാതെ തന്ത വൈബ് ആയതുകൊണ്ടല്ല എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക. അതുപോലെ തന്നെ ദേവനന്ദ അടുത്തിടെ ഒരു പരിപാടിക്ക് വിളക്ക് കൊളുത്തുവാൻ വേണ്ടി എഴുന്നേറ്റ സമയത്ത് കാലിൽ ചെരുപ്പൂരി വെക്കുന്ന ഒരു വീഡിയോ കണ്ടിരുന്നു. അതിൽ നിന്നും മാത്രം മനസ്സിലാക്കിയെടുക്കാം ഈ കുട്ടി എങ്ങനെയാണ് അവരുടെ വീട്ടുകാർ വളർത്തുന്നത് എന്ന്. ഒരുപക്ഷെ എല്ലാ കുട്ടികളെയും ഇതുപോലെയാണ് മാതാപിതാക്കൾ വളർത്തുന്നത് എങ്കിൽ എത്ര വയലൻസ് നിറഞ്ഞ സിനിമകൾ അവർ ഭാവിയിൽ കണ്ടാലും അതൊന്നും തന്നെ അവരെ സ്വാധീനിക്കുകയില്ല. ലഹരി പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുവാനുള്ള എത്ര അവസരം വന്നാലും അവർ സധൈര്യം അതിനോട് നോ പറയും. കയ്യിൽ എത്ര പണം വന്നാലും അത് നല്ല രീതിയിൽ ചെലവഴിക്കാനും നല്ല രീതിയിൽ സേവ് ചെയ്യാനും അവർ പഠിക്കും. പക്ഷേ അതിനെല്ലാം നല്ല പേരന്റിംഗ് ആവശ്യമാണ്. മോളിവുഡ് കണക്ട് എന്ന പേജിൽ പങ്കുവച്ച കുറിപ്പാണ് ഈ ഒരു അവസരത്തിൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നതും. കാരണം ശ്രദ്ധിക്കപ്പെടേണ്ട ആവശ്യമുണ്ട് എന്നതുകൊണ്ട് തന്നെ ലഹരിക്കും ഒക്കെ എതിരായി ഇപ്പോൾ പല ക്യാമ്പയിനുകളും വാർത്താമാധ്യമങ്ങൾ നടത്തുകയാണ്. ഇതിന്റെയൊക്കെ ബാക്കിയാണ് ഇപ്പോൾ കാണുന്ന വയലൻസുകളും ഒക്കെ നടക്കുന്നത്. ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ വിപത്തിനെ എതിർത്തുകൊണ്ട് നമ്മുടെ സിനിമയിലെ നടന്മാർ പോലും എത്തി. മോഹൻലാൽ അടക്കമുള്ളവർ വാർത്താമാധ്യമങ്ങളിൽ ഇതിനെതിരെ സംസാരിക്കുക പോലും ചെയ്തു കഴിഞ്ഞു. കേരളത്തിൽ ആക്രമണങ്ങൾ വളരുന്ന സാഹചര്യത്തിൽ മാറണമെന്നും ലഹരിയും സമൂഹ മാധ്യമങ്ങളും യുവതലമുറയെ അടക്കമുള്ള ആളുകളെ സ്വാധീനിക്കുന്നുവെന്നും നടൻ മോഹൻലാൽ പറയുകയാണ്. ബന്ധങ്ങൾക്ക് വില നൽകണമെന്നും അക്രമമല്ല ഒന്നിന്റെയും പരിഹാരമെന്നും ജീവിതമാകണം ലഹരിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അക്രമത്തിനും ലഹരിക്കുമെതിരെ ജാഗ്രതാ സന്ദേശവുമായുള്ള ഏഷ്യനെറ്റ് ന്യൂസ് സംഘടിപ്പിച്ച മെഗാ ലൈവത്തോണിന്റെ ഭാഗമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് നമ്മുടെ കേരളത്തെ വിളിക്കാറ്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ്. അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും കൊല്ലുന്ന മക്കൾ, അധ്യാപകരെ ഭീഷണിപ്പെടുത്തുന്ന വിദ്യാർത്ഥികൾ, കൂട്ടക്കൊലകൾ, സുഹൃത്തുക്കൾ തമ്മിൽ നിസ്സാര കാര്യത്തിനുണ്ടാകുന്ന തർക്കങ്ങൾ വലിയ അക്രമമാകുന്നു. ലഹരി, സോഷ്യൽ മീഡിയ അടക്കം പല ഘടകങ്ങളാണ് ആളുകളെ ആക്രമണങ്ങളിലേക്ക് നയിക്കുന്നത് എന്നാണ് വിദഗ്ധർ പറയുന്നത്. ജീവിതമാകണം ലഹരി. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, നർക്കോട്ടിക് ഈസ് എ ഡർട്ടി ബിസിനസ്. കൈഡി നേടുന്ന ഒരു സിനിമാ വാചകത്തിന് അപ്പുറം ഇതിന് ഇപ്പോഴും വലിയ പ്രാധാന്യമുണ്ട്. പ്രശ്നങ്ങൾ തുറന്ന് സംസാരിക്കണം. ബന്ധങ്ങൾക്ക് വലിയ വില നൽകണം. ജീവിതത്തിൽ പ്രതിസന്ധി ഇല്ലാത്ത ആരും ഉണ്ടാകില്ല. പക്ഷേ അക്രമമല്ല ഒന്നിന്റെയും പരിഹാരം. മോഹൻലാൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു.